ഹായ് വെൽക്കം ടു ഏകാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ വിഭവം ഒരു കൂന്തൽ വരട്ടിയതാണ്. നാടൻ രീതിയിൽ കൂന്തൽ എങ്ങനെ വരട്ടിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നമ്മുടെ കൂന്തൽ വരട്ടിയത് തനി കേരള സ്റ്റൈലിലാണ് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു 1/4 കിലോ കൂന്തൽ ഞാൻ നന്നായിട്ട് കഴുകി ഏകദേശം ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതന്നേ ഉള്ളൂ. റൗണ്ടായും കട്ട് ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മസാലയ്ക്കായി 2 പച്ചമുളക്, അല്പം കറിവേപ്പില, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, 2 ഉള്ളി എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നാടൻ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചതച്ചാണ് എടുത്തു വച്ചിരിക്കുന്നത്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്ന് അല്പം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പരന്ന പാത്രമെടുത്ത് നമ്മുടെ ഈ മസാലകൾ ഓരോന്നായി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനായി ഉള്ളി ചേർത്ത് കൊടുത്ത് 2 ഉള്ളിയാണ് ഞാൻ 1/4 കിലോ കൂന്തലിനായി എടുത്തിട്ടുള്ളത്. ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം തന്നെ ചേർത്ത് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കൂന്തൽ വരട്ടിയ രീതിയിൽ നമ്മൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴറ്റി ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കാശ്മീരി ആയാലും കുഴപ്പമില്ല, സാധാരണ മുളക് പൊടിയായാലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ 2 പൊടികൾ മാത്രമേ നമ്മുടെ കൂന്തൽ വരട്ടിയതിനായി ആവശ്യമുള്ളൂ. അല്ലാതെ ചിക്കൻ മസാലയോ പെപ്പർ പൗഡറോ ഒന്നും തന്നെ നമുക്കിതിനായി ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ കഴുകി വച്ചിരിക്കുന്ന കൂന്തൽ വെള്ളം വറ്റിച്ച ശേഷം നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഈ ഉള്ളി മസാല നന്നായി ഞെരടിയ ശേഷം നമുക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് കൂന്തൽ കൂടെ ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ആ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും നമ്മുടെ കൂന്തയിലൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കത് വെന്ത് പകുതി ആകുമ്പോഴേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ കൂന്തൽ ഇച്ചിരി റബ്ബർ പോലെ ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൂന്തൽ സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നമ്മൾ പകുതി വേവായി കഴിഞ്ഞ ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം. മറ്റൊരു എണ്ണയും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇത് തനി നാടൻ കേരള സ്റ്റൈല് വരട്ടിയതാണ്. അതുകൊണ്ട് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏകദേശം 3-4 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിന് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ അത്യാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വരട്ടിയെടുത്ത് എണ്ണ തെളിഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ഉടനെ നമുക്കിതിലേക്ക് നമ്മുടെ മാറ്റി വച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര ചേർത്ത് കൊടുക്കുന്നുവോ അത്രയും
നല്ല നാടൻ സ്വാദ് നമ്മുടെ വരട്ടിയതിന് കിട്ടും. അതുകൊണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതിൽ മടി കാണിക്കേണ്ട ആവശ്യമില്ല. നാടൻ കറിവേപ്പിലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കടകളിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയാണെങ്കിൽ ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. കൂന്തലും ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിതിലേക്ക് പുറമേ നിന്ന് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂന്തലിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളം വന്ന് നമ്മുടെ വരട്ടിയത് വേവാൻ ആവശ്യമായ വെള്ളം വന്നോളൂ. അതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒത്തിരി വെള്ളം വന്നത് കണ്ടോ? നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും പുറമേ നിന്ന് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം തന്നെ കുറേ അധികം വെള്ളം നമുക്കിതിൽ വന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്ര മാത്രമേ നമ്മൾ ഇനി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ മാത്രമേ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതായുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കണ്ടോ, നമ്മുടെ കൂന്തൽ അല്പം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് അവസാനം നോക്കി ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൂന്തലിലേക്ക് പിടിക്കാൻ ആവശ്യമായ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ മുളക് പൊടി അല്പം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ, മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിന് പ്രശ്നമില്ല. നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാളൻപുളിയുടെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുതിർത്ത് വെച്ച വാളൻപുളിയുടെ വെള്ളം. അത് നമുക്ക് കറക്റ്റായിട്ട് ഒരു അളവ് പറഞ്ഞു തരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വാളൻപുളിയുടെ വെള്ളം നിർബന്ധമായും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ ഓർക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ ഒത്തിരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്കിടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാവരും തന്നെ വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്ത് സ്വാദിഷ്ടമായി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും തന്നെ ഇഷ്ടമാകും. നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെമ്മീനും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ മുൻപേ ഒരു ചെമ്മീൻ മസാല പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂന്തൽ ഇഷ്ടമായവർ ചെമ്മീൻ മസാല കൂടെ ഒന്ന് കണ്ടു നോക്കണം. കണ്ടോ, നന്നായിട്ട് വെന്ത് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം എണ്ണ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടിയിൽ പിടിക്കാതെ വരട്ടി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ല ഫ്രഷ് കൂന്തലാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഒരു തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ഒരു രീതിയിലും ട്രൈ ചെയ്യില്ല. അത്രയ്ക്ക് നമുക്ക് എളുപ്പമാണ്. അതിനേക്കാൾ
വളരെ സ്വാദുള്ളതാണ്. എല്ലാവരും ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻസ് അറിയിക്കാവുന്നതാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.